ഓഫീസുകൾ ലയിപ്പിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം. മന്ത്രി വി അബ്ദുറഹിമാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. ലയനം പോസ്റ്റൽ സേവനങ്ങളിൽ കാലതാമസം ഉണ്ടാക്കുമെന്നും ചെലവ് കുറയ്ക്കാനുള്ള പരിഷ്കാരം നിലവാരത്തെ ബാധിക്കുമെന്നും കത്തിൽ പറയും. വിവരങ്ങളുമായി ഗോപാൽ ഷീലാസനിൽ ചേരുന്നു. ഗോപാൽ, എന്തെല്ലാമാണ് കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്? രജിസ്റ്റേർഡ് തപാൽ കേന്ദ്രങ്ങളെ സ്പീഡ് പോസ്റ്റ് കേന്ദ്രങ്ങളിൽ ലയിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അയച്ച കത്തിൽ വിവിധ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ പ്രസ്താവനകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ലയനം പോസ്റ്റൽ സേവനങ്ങളിൽ വലിയ കാലതാമസം ഉണ്ടാക്കുമെന്നാണ് അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്. ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കാനും തപാൽ ഓഫീസുകളിലെ സ്ഥലപരിമിതിക്കും ഈ മാറ്റം ഇടവരുത്തും. ചെലവ് കുറയ്ക്കാൻ വേണ്ടി നടപ്പാക്കുന്ന പരിഷ്കാരം സേവനത്തിന്റെ നിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ലയനം പുനഃപരിശോധിക്കണമെന്നുമാണ് ഈ കത്തിലെ ആവശ്യത്തിൽ പറയുന്നത്. തപാൽ വകുപ്പിന് കീഴിലെ കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളെ തൊട്ടടുത്ത സ്പീഡ് ഹബ്ബുകളും ഇൻഫ്രാ സർക്കിൾ ഹബ്ബുകളുമായി ലയിപ്പിക്കാനാണ് വാർത്താവിനിമയ മന്ത്രാലയം ഉത്തരവിട്ടത്. ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് റെയിൽവേ മന്ത്രിയുടെ ആവശ്യം. ശരി, വിവരങ്ങൾ നൽകിയത് ഗോപാൽ ഷീലാസനിലായി.